ഇവിടെ വന്നാൽ നമ്മൾ കാണുന്നതെല്ലാം അല്പം വെറൈറ്റിയാണ്. സ്കൂൾ എന്നാൽ നമ്മൾക്ക് യൂണിഫോം ഇട്ട കുട്ടികളെയും മറ്റുമല്ലേ ഓർമ്മ വരുന്നത്. തിരൂർ തൃക്കണ്ടിയൂർ GLPSൽ നമ്മൾക്ക് യൂണിഫോം ഇട്ട ടീച്ചർമാരെയും കാണാം. അവർ ക്ലാസ്സിലെത്തി കുട്ടികളോട് കുശലം പറയും. ജീവിതാടിസ്ഥാനത്തിന്റെ ബാലപാഠങ്ങൾ ചൊല്ലിത്തരും. കുട്ടികളും ടീച്ചർമാരും വിദ്യാലയമുറ്റത്തെ ഓരോ നിമിഷവും ആസ്വാദ്യകരമാക്കുന്നു. SSKയുടെ സ്കൂൾ തനതു പദ്ധതിയായ ദീപ്തം 2023 പറക്കാം പറന്നുയരാം എന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു യൂണിഫോം ധരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തോന്നിയത്. കുട്ടികളോടൊപ്പം, അതായത് പാഠ്യേതര വിഷയങ്ങളിൽ മാത്രമല്ല, വേഷത്തിലും അവരോടൊപ്പം നിൽക്കുക, അവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ യൂണിഫോം ധരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തോന്നിയത്. കുട്ടികൾക്കിത് വളരെ സന്തോഷകരമായി എന്നുള്ളത് അവരുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പുത്തനാശയങ്ങൾ പ്രാവർത്തികമാക്കാൻ മറ്റധ്യാപകരും തോളോട് തോൾ ചേർന്ന് കൂടെയുണ്ട്. കളിക്കും ചിരിക്കും കാര്യത്തിനും ഞങ്ങൾ എല്ലാവരും കുട്ടികളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ വേഷത്തിലും അവരോട് ചേർന്ന് നിൽക്കുക എന്ന ഉദ്ദേശമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിനുള്ളത്. ആദ്യ കാഴ്ചയിൽ അമ്പരപ്പുണ്ടായെങ്കിലും പിന്നീട് കുട്ടികളും ആവേശപൂർവ്വം ടീച്ചർമാരുടെ ഒപ്പം കൂടി. ചിന്താഗതികൾ കൊണ്ടും മനോഭാവങ്ങൾ കൊണ്ടും വലിയ വേർതിരിവുണ്ടാവുന്ന ഈ കാലത്ത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാഴ്ചകൾ നമ്മൾക്കേറെ സന്തോഷം നൽകുന്നുണ്ട്. തിരൂരിൽ നിന്നും ക്യാമറാമാൻ പ്രജേഷ് കുമാറിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്. സാരംഗ് തന്നെ കൂടുതൽ പറയാൻ വേണ്ടി ചേരുകയാണ്. സാരംഗ്, ഇപ്പോഴൊക്കെ സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നല്ലേ? എന്തൊക്കെ മാറ്റങ്ങളാണ്! മറ്റ് അധ്യാപകർ വേറെ, വിദ്യാർത്ഥികൾ വേറെ. പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പേടിച്ചൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് കൂട്ടുകാരെ പോലെയാണ് അധ്യാപകരൊക്കെ, അല്ലേ? അങ്ങനെ നമ്മളാരും പെട്ടെന്നൊന്നും കണ്ടാൽ മറക്കാത്ത, അതല്ല കൂടുതൽ കാണാൻ കഴിയാത്തൊരു കാഴ്ച നേടിയിട്ടാണ് നമ്മൾ തിരൂർ തൃക്കണ്ടിയൂർ സ്കൂളിലെത്തുന്നത്. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളുകളിൽ നമ്മൾ സാധാരണ കാണുന്നത് കുട്ടികൾ അവിടെ യൂണിഫോം ധരിച്ചു വരുന്നു. അപൂർവ അവസരങ്ങളിലൊക്കെ തന്നെ അവർ കളർ കോഡൊക്കെ ധരിച്ച് ആഘോഷവേളകളിലൊക്കെ എത്താറുണ്ട്. ആ സമയത്ത് ടീച്ചർമാരും അവരോടൊപ്പം പല സ്കൂളുകളിലും ചേരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ ആ സ്കൂളിൽ പോയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, അവിടെ ആഴ്ചയിലൊരിക്കൽ ആ കുട്ടികളുടെ അതേ യൂണിഫോമിനോട് സാമ്യമുള്ള തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവിടുത്തെ ടീച്ചർമാർ അവിടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എത്തുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ കുട്ടികൾക്ക് വലിയ ഞെട്ടൽ, അല്ലെങ്കിൽ ഒരു ഞെട്ടലെന്ന് പറയാൻ കഴിയില്ല, ഒരു അമ്പരപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അമ്പരപ്പുണ്ടായതിനു ശേഷം പിന്നീട് അവർക്കത് ശീലമായി മാറി. ആ ടീച്ചർമാർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ആദ്യം ഒരാൾ ആ ഒരു യൂണിഫോം ഇട്ട് വരുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ ആദ്യം അവരത് ശ്രദ്ധിക്കുന്നില്ല. ഒരു ചുരിദാറിട്ട് ഒരു അധ്യാപിക വരുന്നു എന്നുള്ള രീതിയിൽ മാത്രം അതിന് തള്ളിക്കളയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഓരോ ആളുകൾ വരുന്നു, അവർ ഒരുമിച്ച് നിൽക്കുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു. ആ സമയത്താണ് കുട്ടികൾക്ക് മനസ്സിലാവുന്നത്, കുട്ടികൾ പണ്ടെന്നോ പറഞ്ഞു പോയ ഒരു ആശയം, ടീച്ചർമാർക്കും യൂണിഫോം ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു ആശയം ഇപ്പോൾ സ്കൂളിൻ്റെ നവീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ സ്കൂൾ ഒന്നടങ്കം ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യം. അതുമാത്രമല്ല, ആ സ്കൂളിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഒരു LP സ്കൂളാണ് ആ സ്കൂൾ. ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും, പ്രധാന അധ്യാപിക അടക്കമുള്ള മുഴുവൻ അധ്യാപകരും സ്ത്രീകളാണ്. പുരുഷന്മാരായിട്ടുള്ള സ്റ്റാഫുകൾ ആരുമില്ല. അവിടെ ആകെ ഒരു പ്യൂൺ മാത്രമാണുള്ളത്. അദ്ദേഹം തന്നെയാണ് താൽക്കാലിക ജീവനക്കാരനാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു സ്കൂള് ഇപ്പോൾ നമ്മൾക്കറിയാം, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പോലുള്ള ആശയങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് വിദ്യാർത്ഥി അധ്യാപക വ്യത്യാസമില്ലാത്ത തരത്തിൽ ഈ ഒരു പുതിയ ആശയം ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ വിദ്യാലയങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതിൽ പ്രധാനമായി തോന്നിയത് അധ്യാപകരും കുട്ടികളും ഒക്കെ തമ്മിൽ വളരെ കൂട്ടുകാരെ പോലെ ഇടപഴകി നല്ല രീതിയിൽ തന്നെ അധ്യാപകർക്ക് കുട്ടികൾക്ക് പാഠം പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
അല്ലേ? നമുക്ക് നമ്മളെടുത്ത് വളരെ മസിൽ പിടിച്ച ഒരാൾ എന്തെങ്കിലും പറയുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടമാവുക നമ്മളോട് സൗഹൃദം സ്ഥാപിച്ച് നമ്മളോട് സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും പറയുന്ന സമയത്തായിരിക്കും. അല്ലാതെ ഉപദേശം കേട്ടാൽ നമുക്ക് പ്രാന്താവും അല്ലേ? ഇവിടെ എന്തായാലും അധ്യാപകരും അങ്ങനെ ഈ വസ്ത്രവിധാനത്തിൽ ഉൾപ്പെടെ കുട്ടികൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് വലിയ സന്തോഷമായിരിക്കും.